ചായ കുടിക്കണം വെച്ചു വേണ്ട ഞോരക്ഷ അഷ്ടമി രോഹിണിയാണ് ഇല്ലെങ്കിൽ അവിടെ ഓംപ്ലേറ്റും ചായയുണ്ട്. മിസ്സായി ഗൈസ് മിസ്സായി. അങ്ങനെ ഞങ്ങൾ അഷ്ടമി രോഹിണിയുടെ ശോഭയാത്ര കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ മുതിരി പള്ളിയിറക്ക ക്ഷേത്രത്തിന് ഇമ്മിനെ കുറേ ആ ഏരിയത്തെ എല്ലാം കൂടിയിട്ട് നമ്മുടെ വളവിലായിരുന്നു വന്നിട്ടുണ്ട്. അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നരസിംഹാവതാരത്തിൻ്റെ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് മ്യൂസിക്കും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കോപ്പറേറ്റ് കാരണം അതൊക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ കരയുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണൻ കെട്ടിയവരൊക്കെ അമ്മമാരുടെ അടുത്ത് നിന്ന് ഇറങ്ങാതെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല, കാണാൻ നല്ലതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു തെയ്യത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പല ടൈപ്പിലുള്ള കൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉറിയടി സാധാരണ ഉണ്ടാവാറുണ്ട് പകൽ. ഇന്ന് നടന്നോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്താ ചെണ്ടയുടെ ഒപ്പം നമ്മുടെ ഒരു തെയ്യത്തിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ശോഭയാത്ര നേരെ നമ്മുടെ അമ്പലത്തേക്ക് മുതിരി പള്ളിയിറക്ക ക്ഷേത്രത്തേക്ക് വരികയായിരുന്നു. ഞങ്ങൾ മുന്നിൽ സ്കൂട്ടി ആയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ അത്രയും ദൂരം നടക്കേണ്ട വെച്ചാൽ നമ്മൾ മുന്നിൽ വന്നത്. ഇവിടെ ഇരിക്കുക വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ നല്ല രസമായിട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കും, കുറേ ചായക്കടയും അങ്ങനെ ഒക്കെ ഉണ്ട് ഇവിടെ വന്നിരിക്കാൻ, നല്ല രസമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നേരത്തെ അവിടെ വന്നിങ്ങനെ ഇരുന്നു. അപ്പോൾ അത് എത്തണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കുഞ്ഞി കൃഷ്ണൻ അച്ഛൻ്റെ കൂടെ എന്തോ ബൈക്കുമ്പോൾ വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളോട് കുറച്ച് കുശലൊക്കെ പറഞ്ഞ് ആൾ നന്നായിട്ട് ചിരിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവനെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിരുന്നപ്പോഴത്തേനും ഈ ശോഭയാത്ര ഏകദേശം അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഗോപിക നൃത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ആമിക്കുട്ടി ഇതായ സിംഹത്തിനെ കണ്ടിട്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഹം വരും എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഒക്കത്ത് കയറി ഇറങ്ങാതിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവളോട് ഒക്കെ ഒരുവിധമൊക്കെ പറഞ്ഞ് എങ്ങനെയായാലും ആൾ താഴെ ഇറങ്ങണ്ടായിരുന്നില്ല നടക്കാൻ. ലാസ്റ്റ് പിന്നെ പലതും പറഞ്ഞ് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളിനെ കൺവിൻസ് ചെയ്ത് നടത്തിച്ച് കുറച്ച് ദൂരം. പിന്നെ അവിടെ വരെ നടന്നോ എനിക്കറിയില്ല. ഞാൻ പിന്നെ വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ അമ്പലത്തേക്ക് വരിക ചെയ്തത്. കുറച്ച് ദൂരം നടക്കാനുള്ള കാരണം പിന്നെ നമ്മൾ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വണ്ടി എവിടെയും പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നു പോരുമ്പോൾ വീണ്ടും തിരിച്ചു പോയി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമായിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതേ മക്കളൊക്കെ നടന്ന് കുറച്ച് ദൂരം, ഇത്തിരി ദൂരം ഉണ്ട്. അപ്പോൾ അവർ ഈ മുകളിൽ കൂടെ നമ്മുടെ ഈ ഇത് അതിനിടയിൽ എല്ലാ കൃഷ്ണന്മാരും മുകളിക്കാൻ നോക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു ഡ്രോൺ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മുകളിലൂടെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണ് മുകളിക്കാണ്. കാരണം അവരുടെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് ജസ്റ്റ് താഴും പൊന്തും അങ്ങനെയാകുമ്പോൾ കുട്ടികളൊക്കെ അത് നോക്കി ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും അമ്പലത്തിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.